യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമഃ സിദ്ധാവസിദ്ധൗ ച. നോക്കൂ, അവിടെയും കൊണ്ടുവച്ചു സമം. എതിർച്ചയാ ജീവിതത്തിൽ എന്തു വരുന്നുവോ അതുകൊണ്ട് സന്തുഷ്ടനായി തീരുക. ദ്വന്ദ്വങ്ങൾക്ക് കീഴ്പ്പെടരുത്, ദ്വന്ദ്വങ്ങൾക്ക് അതീതനായിരിക്കണം. വിമത്സരൻ, മാത്സര്യം കൊണ്ട് ഈ പടപൊരുതരുത്, മാത്സര്യം കൊണ്ട് ഒന്നും ചെയ്യരുത്. സമഃ സിദ്ധാവസിദ്ധൗ ച. സിദ്ധിയും അസിദ്ധിയും അത് രണ്ടിലും നിൻ്റെ മനസ്സ് ഒരുപോലെ സമമായിരിക്കട്ടെ. കൃത്വാഭിന നിബദ്ധ്യതേ. ഇങ്ങനെ ഈ സമം എന്ന് പറയുന്ന കവചം മനസ്സിൽ ധരിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി കൊണ്ടൊരു ബന്ധനമോ ഒരു ദൂഷ്യമോ കർത്താവിന് വരില്ല. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. ഈ പറയുന്നതൊക്കെ യുദ്ധത്തിനെ സംബന്ധിച്ചാണ്. യുദ്ധത്തിൽ പാപമില്ല. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരിക്കലും നമുക്ക് പാപമുണ്ടാവില്ല. മനസ്സിനുള്ള ക്ഷോഭം മുഴുവനും വിഷമം കൊണ്ടാണ്. സമം അലങ്കരിച്ച് ചെയ്യൂ എന്ന് പറയുന്നു. ഇപ്പം പറയുന്നതോ ഒരു പൊതുവീക്ഷണമാണ്. ഇതിനും യുദ്ധത്തിനും അർജുനനും തമ്മിൽ ഒരു ബന്ധമില്ല. ഇവിടെ എന്താ? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. മരിച്ചവരെക്കുറിച്ചും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും പണ്ഡിതന്മാർ അനുശോചിക്കാറില്ല. അവരുടെ ദൃഷ്ടിയിൽ രണ്ടുപേരും ആത്മസ്വരൂപികളാണ്. കുറച്ചു കാലത്തേക്ക് ദേഹമുണ്ടായിരുന്നു, അത് വിട്ടുപോയി എന്നേ ഉള്ളൂ. ആ ആത്മാ ദേഹവിലക്ഷണമാണ്. അത് മരിച്ചുപോയി എന്നൊരു വാക്ക് ആത്മാവിനെ സംബന്ധിച്ച് ആരോപിക്കരുത്. ഇനി ജീവിച്ചിരിക്കണു എന്നും കൂടി ആത്മാവിനെ സംബന്ധിച്ച് പറയരുത്. ഇത് ദേഹം കൊണ്ട് പറയുന്നതാണ്. ആത്മദൃഷ്ടി വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാണ് കൃഷ്ണൻ തുടങ്ങിയത്. ഇപ്പം അദ്ദേഹം എന്തു പറയണു? യുദ്ധത്തിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം ആ ദൃഷ്ടിയെടുത്ത് ഒരു പൊതുവീക്ഷണത്തിൽ നിയോഗിച്ച് പറയുകയാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ. ശാസ്ത്രങ്ങൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചു. കാലത്തെണീറ്റാൽ ഊക്ക് കഴിഞ്ഞാൽ വേദമധ്യയനം ചെയ്യും, അത് ഉരുവിടും. അങ്ങനെ വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണൻ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനാണ് ഈ പറയുന്ന ആൾ. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും ആയിത്തീരുക. വിദ്യയുണ്ടെന്ന് പറഞ്ഞ് അഹങ്കാരമോ ഗർവോ പ്രൗഢിയോ ഒക്കെ വന്നാൽ തകരാറാ. പഠിപ്പ് വേണം നമുക്ക്. ആ പഠിപ്പ് നമ്മളെ വിനയത്തിൽ നിന്ന് തെറ്റിക്കരുത്, കൂടുതൽ വിനയാന്വിതരാക്കി തീർക്കണം. അങ്ങനെ വേണ്ടത്ര അറിവും വേണ്ടത്ര വിനയവും ഉള്ള ഒരു ഭൂസുരൻ, ഒരു ബ്രാഹ്മണൻ, ഒരാളെയും ഉപദ്രവിക്കാതെ തപസ് മാത്രം ചെയ്തുകൊണ്ട് എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി നമ്മുടെ അധ്യാത്മ സമ്പത്ത് പോകാതെ സൂക്ഷിക്കാൻ പഠിപ്പിച്ച് അതിൻ്റെ ഒരു ആവനാഴിയായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്ന വിദ്വാൻ. ആ മനുഷ്യൻ ഒരു ഭാഗത്ത്, ഗവിഹസ്തിനി, പിന്നെ ഒന്ന് പശു, പിന്നെ ഒന്ന് ആന, ഒന്ന് നാട്ടുമൃഗം, ഒന്ന് വന്യം. ശുനിചൈവ സ്വഭാഗേജ. അവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗത്തൊരു സ്വഭാഗൻ, നായ. ഇവരെല്ലാവരെ കണ്ടാലും പണ്ഡിതാഃ സമദർശിനഃ. ശരിയായ പണ്ഡിതന്മാർ സമമായ ഈ സൃഷ്ടികളെ എല്ലാറ്റിനെയും കാണുള്ളൂ. ഈ സൃഷ്ടി ഓരോന്നിനെയും കാണുമ്പോൾ, ഇപ്പം ആനയെ കാണുമ്പോൾ നിങ്ങൾ ചരിഞ്ഞ ആനയുടെ ജഡത്തിനെയാണോ കാണുന്നത്, അതോ ജീവനോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനയെ കാണുന്നുവോ? അപ്പം ആനയുടെ ശരീരം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താ? ജീവനോട് കൂടിയിരിക്കുന്ന ഒരു ആനാണ്. അപ്പം ആനയെ കാണുമ്പോൾ കാണുന്നത് ജീവനെയാണ്. പണ്ഡിതനെ കാണുമ്പോഴും ജീവനെയാണ് കാണുന്നത്. അതുതന്നെയാണ് ഏത് ജീവിയിലും എന്തിലും ഉള്ളത്. ആരിലും ശരീരങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും എല്ലാറ്റിനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒരേ ജീവൻ. ആ ജീവൻ ദേഹവിലക്ഷണമാണ്. ആ ജീവനാണ് ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത്. ആ ഉജ്ജീവിപ്പിക്കുന്ന ഘടകത്തെയാണ്
എല്ലാ ജീവശരീരങ്ങളും വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ എന്തിനെ കണ്ടാലും അതിൽ നാം കാണുന്നത് ആത്മസ്വരൂപികളാണ് എല്ലാവരും, ജീവസ്വരൂപികളാണ് എല്ലാവരും. ഒരു ഉറുമ്പിലും അത് ജീവിച്ചിരിക്കുന്നു, ഒരാനയിലും അത് ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ജീവൻ്റെ പ്രകടനമായിട്ടാണ് ഈ ദേഹങ്ങളെ മുഴുവൻ കാണുന്നത്. ആര്? പണ്ഡിതന്മാർ, അറിവുള്ളവർ. ഇവിടെ പണ്ഡിത ശബ്ദത്തിന് എന്താ അർത്ഥം? ആത്മജ്ഞാനമുള്ളവരെന്നാണ്. പണ്ടാ ആത്മവിഷയ ബുദ്ധി യേഷാം തേ പണ്ഡിതാഹ എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5-ാമത്തെ അധ്യായത്തിൽ 19 ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ പറയുകയാണ്, യുദ്ധത്തിലും ജയത്തിലും സിദ്ധിയിലുമൊന്നുമല്ല. ബ്രാഹ്മണൻ, ഗോവ്, ആന, നായ, ശുപാകൻ, ഇവരെല്ലാവരും 5 കൂട്ടം. ഇതൊക്കെ ലോകത്തിൽ നമ്മുടെ ചുറ്റുമുള്ളതാണ്. അവരെയൊക്കെ കാണുമ്പോഴും നമ്മുടെ സമദർശനം കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെട്ടു വരണം. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ആ സമം സമം എന്നുള്ള വാക്കിനെ വളർത്തി കൊണ്ടുവന്ന് കൃഷ്ണൻ എവിടത്തോളം എത്തുന്നു, എങ്ങനെയൊക്കെ പറയണു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുക്കളയിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, ഓഫീസിൽ ഉദ്യോഗം നടത്തുകയാണെങ്കിൽ അങ്ങനെ, ഭരണക്കസേരയിലാണെങ്കിൽ അവിടെ, വയലിൽ ഉഴുകയാണെങ്കിൽ അവിടെ, നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങളുടെ മനസ്സ് സാമ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തൈഹി സർഗഹാജിത. ആ കൂട്ടർ ഈ സംസാരം, ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി എന്ന് പറയുന്നതിനെ ജയിച്ചിരിക്കുന്നു. ആര്? യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സാണോ സാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്, സാമ്യത്തിൽ ഉറച്ചങ്ങനെ നിൽക്കുന്നത്. നിർദോഷം ഹി സമം ബ്രഹ്മ. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ബ്രഹ്മം സമമാണ്, മാത്രമല്ല ദോഷരഹിതമാണ്. അതുകൊണ്ട് മനസ്സ് സാമ്യത്തിൽ ഉറച്ചു എന്നുണ്ടെങ്കിൽ ആ കൂട്ടർ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അവരുടെ ശരീരം ഭൂമിയിൽ നിന്നുള്ളത് ശരി, പക്ഷേ മനസ്സും ബുദ്ധിയും ബ്രഹ്മത്തിലാണെന്ന്. ഇതിലേറെ നിങ്ങൾക്ക് എന്ത് വേണം? അപ്പം ഈ സമത്വം സമത്വം എന്ന് പറഞ്ഞാൽ സർവത്ര സമബുദ്ധയ എന്നൊരു പ്രയോഗമാണ് പ്രയോഗിച്ചത്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന. ഒരു മനുഷ്യനെ യോഗി എന്ന് പറയണമെങ്കിൽ, യോഗമാണല്ലോ ഭഗവത്ഗീതയുടെ ചർച്ച, എല്ലാവരെയും യോഗാഭ്യാസം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഭഗവത്ഗീത. പുരുഷനായാലും സ്ത്രീയായാലും ബാലനായാലും യുവാവായാലും വൃദ്ധനായാലും ആരായാലും എല്ലാവർക്കും ഈ യോഗാഭ്യാസമാകാം. ആ യോഗാഭ്യാസം ചെയ്ത് അതിൽ വിജയം കിട്ടി എന്നുണ്ടെങ്കിൽ ആ ആളെ പറ്റി പറയുന്നു ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ആ യോഗിയുടെ മനസ്സിൽ എല്ലാ വിധത്തിലുള്ള തൃപ്തിയും ചൊരിയുന്നത്, അരുളുന്നത് എന്താ? ജ്ഞാനവും വിജ്ഞാനവുമാണ്. യോഗിക്ക് കിട്ടുന്ന സന്തോഷം പുറം വസ്തുക്കളിൽ നിന്നാണെന്ന് വിചാരിക്കരുത്. പണത്തിൽ നിന്നല്ല, പ്രഭുത്വത്തിൽ നിന്നല്ല. അവർക്ക് കിട്ടുന്നത് ജ്ഞാനവും വിജ്ഞാനവുമാണ്. അതിൽ നിന്നാണ് കിട്ടുന്നത്. കൂടസ്ഥോ വിജിതേന്ദ്രിയ. വളരെ സ്ഥിരമായി അചഞ്ചലമായിട്ടുള്ള ഒരു നില, ഇന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ ജയിച്ചു. യുക്ത ഇത്യുച്യതേ യോഗി. ഇങ്ങനെ ഒക്കെ ആയാലും ആ മനുഷ്യനെ യോഗയുക്തൻ എന്ന് പറയണമെങ്കിൽ സമലോഷ്ട ആശ്മകാഞ്ചന. ഒരു മണ്ണുരുള, കല്ല്, സ്വർണം, ഇത് 3 3 തരത്തിലുള്ള പ്രോപ്പർട്ടീസാണ്, ഗുണലക്ഷണങ്ങളാണ്. അതിൽ 3 കണ്ടാലും സമദൃഷ്ടി ഉണ്ടാവും. സ്വർണത്തിന് അതിൻ്റെ വില, അതിൻ്റെ പ്രയോജനം. കല്ലിന് അതിൻ്റെ വില. ആ കല്ല് വെക്കുന്നിടത്ത് സ്വർണമോ മണ്ണോ വെച്ചാലാവില്ല. മണ്ണോ നമുക്ക് സാധനങ്ങൾ വിളയിക്കാൻ, കുത്തിയിടാൻ, മുളപ്പിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ അതിന് മണ്ണ് തന്നെ വേണം.
കുറേ സ്വർണവും കല്ലും കിട്ടിയത് കൊണ്ടായോ നമുക്ക്? ധാരാളം സ്വർണം ഉണ്ടെങ്കിൽ അമ്മുണ്ണാൻ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും അതതിൻ്റേതായ സ്ഥാനവും പ്രയോജനവും പ്രസക്തിയുമുണ്ട്, ഉപകാരപ്രദത്വമുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ സാധിക്കണം. അല്ലാണ്ട് മണ്ണിനേക്കാൾ വില കൂടും സ്വർണത്തിന് എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ശരിയായിട്ടുള്ള അഭിപ്രായമല്ല. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ജയിച്ച് കൂടസ്ഥനായി ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും വേണ്ടത്ര തൃപ്തി മനസ്സിന് സമ്പാദിച്ച് മണ്ണായാലും കല്ലായാലും സ്വർണമായാലും അത് സംബന്ധിച്ചൊരു ഭേദബുദ്ധി മനസ്സിലില്ലാതെ ഇരിക്കുന്നവനാരോ ആ മനുഷ്യനാണ് യോഗിയെന്ന്. ഇനി വേറെ ഒരു രംഗം അവതരിപ്പിക്കുകയാണ് കൃഷ്ണൻ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥ ദ്വേഷ്യബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർ വിശിഷ്യതേ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥ ദ്വേഷ്യബന്ധുഷു. ഈ ലോകത്തിലെല്ലാവർക്കും ജീവിക്കുമ്പോൾ പലരുമായി ബന്ധപ്പെട്ട് വ്യവഹരിക്കേണ്ടി വരും, ഇടപഴകേണ്ടി വരും. അങ്ങനെ ഇടപഴകുമ്പോൾ നമുക്ക് എപ്പോഴും ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബസ്സിൽ കയറി കൂടി നമ്മുടെ അടുത്തുള്ളവർ ആരാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു സിനിമാ ഹൗസിൽ ചെന്നു, എന്തായിരിക്കും സ്ഥിതി? ഒരു പറമ്പിൽ കാണികൾ ധാരാളം കൂടിയിട്ടുള്ള ഒരു രംഗം കാണാൻ പോയി, നമ്മുടെ അടുത്തുള്ളവരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ കുടുംബാംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുമോ? അതോ ഉള്ള കുടുംബങ്ങളെ നമുക്ക് അംഗങ്ങളാണ്, ബന്ധപ്പെട്ടവരാണെന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവം, ആ സ്വഭാവത്തിനെ അങ്ങോട്ട് ചിത്രീകരിച്ച് കാണിക്കുകയാണ് എത്ര തരത്തിലാവാമെന്ന്. സുഹൃത്ത്, മിത്രം, അരി എന്ന് വെച്ചാൽ ശത്രു, ഉദാസീനന്മാർ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്തു വേണം അങ്ങനെയുള്ളവർ, മധ്യസ്ഥന്മാർ, അത് വെടുക്കുള്ളവർ, പിന്നെ നമ്മളോട് ദേഷ്യമുള്ളവർ, ബന്ധുക്കൾ, സാധുഷ്വപിച്ച പാപേഷു, എല്ലാവരെയും കൂടി തരംതിരിച്ചാൽ നല്ലവരും അല്ലാത്തവരും. ഇങ്ങനെ എല്ലാവരോടും നമുക്ക് ഇടപഴകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്നവരിൽ ഈ കൂട്ടരെ എല്ലാവരും മാറി മാറി പെടുന്നു. അങ്ങനെയുള്ളവരോട് സമബുദ്ധിർ വിശിഷ്യത. അവരോട് ഇടപഴകേണ്ടി വരുമ്പോൾ എവിടത്തോളം ആവശ്യമുണ്ടോ അവിടത്തോളം ഇടപഴകുക. നമ്മൾ ആരോടെങ്കിലും ഒരാൾ വന്നു, വയറ്റിന് വയ്യ, സുഖമില്ല, എനിക്കിതിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. താൻ എവിടുന്നാ വരണേ, എന്താണോ സ്ഥിതി, നല്ലവനാണോ എന്നൊന്നും ചിന്തിക്കാൻ നിന്നാൽ പറ്റില്ല. അവർക്ക് വിശപ്പിന് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ആവശ്യം എന്താ? വിശപ്പ് മാറാൻ ഭക്ഷണം കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് ഒന്നും ആലോചിക്കണ്ട. നമ്മളെ ഇഷ്ടപ്പെടാത്തവർ കുറച്ചെങ്കിലും സമാജത്തിലുണ്ടാവും, നമ്മളെ സഹായിക്കാനുള്ളവരും ഉണ്ടാവും, അഭിനന്ദിക്കുന്നവർ, അതുമാതിരി നിന്ദിക്കുന്നവരും ഉണ്ടാവും. പിന്നെ കുറേ ആൾക്കാരുണ്ടാവും, എന്തായപ്പം എന്താ, നമുക്കെന്ത് വേണം, അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടാവും. പലതരത്തിലാണ് മനുഷ്യരെന്നല്ല. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി സമ്മിശ്രമായിരിക്കുന്ന ഒരു സമാജത്തിൽ നമുക്കൊരൊറ്റ സംഗതിയെ നമ്മളെ അലങ്കരിക്കുള്ളൂ, സഹായിക്കുള്ളൂ, അത് സമബുദ്ധിയാണ്. ആരെ കണ്ടാലും നമ്മുടെ മനസ്സിനൊരു ക്ഷോഭം വേണ്ട. ആരെങ്കിലും വീട്ടിൽ വന്നു, നല്ലവരാവാം അല്ലാത്തവരും ആവാം, എന്തിനു വന്നു, എവിടത്തോളം വന്നു, ആ കാര്യം നിർവഹിച്ച് മിണ്ടാണ്ടിരിക്കുക. അത് വിട്ട് ഇനിയിപ്പോൾ ചങ്ങാതിമാരാണെങ്കിൽ അത് തിരഞ്ഞെടുത്തോളൂ. നല്ല ചങ്ങാതിമാരും 3-4 പേര് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുണ്ടാവാം, അവർ മാത്രം മതി. എല്ലാവരും വരണം, എല്ലാവരും പോകണം, കുറേ സോഷ്യലൈസ് ചെയ്യണം, അങ്ങനെയുള്ള വിചാരമൊന്നും ആവശ്യമില്ല. അപ്പം എന്തിനാത്? സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു സാധുഷ്വപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യതേ. അവിടെ നിങ്ങളുടെ 6-ാം അധ്യായത്തിൽ വിശ്വവ്യാപകമായ സാർവജനീന വീക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ പറയാണ്, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. എന്താ അതിനർത്ഥം? നമ്മുടെ മനസ്സിന് വികാസം വരണം. നമ്മുടെ ഈ അധ്യാത്മം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ അധ്യാത്മം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൽ പ്രധാനപ്പെട്ടൊരു വാക്കുണ്ട്, ആത്മാ ആത്മാ ആത്മാ. ആ വാക്കാണ്. എന്താണ് ഈ ആത്മാ? ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി, ദേഹലക്ഷണങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
വ്യത്യസ്തമായ ഒരു സാന്നിധ്യം. അതാണ് ആത്മ. അപ്പം ദേഹം പരിമിതമാണ്. പരിമിത ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ ആത്മാ അപരിമിതമാകണം. ദേഹം സ്ഥൂലമാണ്, ആത്മാ സൂക്ഷ്മമാകണം. ദേഹത്തിന് അളവും കണക്കുമൊക്കെ ഉണ്ട്, ആത്മാവ് അനന്തമാകണം. എല്ലാം ഇതിനല്ലാത്ത ലക്ഷണമാകണം. അങ്ങനെ കണക്കാക്കിക്കോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ പറ്റി കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിൽ വിചാരങ്ങളും ഭാവനകളും ആലോചനകളുമെല്ലാം വന്നു തുടങ്ങിയാൽ എന്തായിരിക്കും? സർവഭൂതസ്ഥം ആത്മാനം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാ നമ്മളിൽ മാത്രമല്ല, അത് സാർവജനീനമാണ്. അതുകൊണ്ട് എല്ലായിടത്തും അതുണ്ട്, എല്ലായിടത്തും അതുണ്ട്. അപ്പം നമ്മുടെ ആത്മാവ് സാർവത്രികമാണ് എന്നൊരു തോന്നൽ. സർവഭൂതാനി ചാത്മനി. ഞാൻ എല്ലാ ഭൂതങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ ഉണ്ട്, അതിൻ്റെ ഉണ്മയ്ക്ക് എന്താണ് പ്രമാണം? ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്നതും. അപ്പം ഞാൻ എവിടെയാണ് കാണുന്നത്, എവിടെയാണ് അനുഭവിക്കുന്നത്? എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ. അപ്പോൾ ഈ ലോകം മുഴുവനും ഞാൻ കണ്ട് അനുഭവിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിന് പ്രമാണം എൻ്റെ ഉള്ളാണ്. എൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ്. ആ ആത്മാവിലാണ് സർവഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഈക്ഷതേ യോഗയുക്താത്മാ. ഈ യോഗം ആധ്യാത്മികത എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനമുണ്ടല്ലോ, ഒരു അനുധാവനം. ആ അനുധാവനത്താൽ ഇങ്ങനെ കാണുന്നവൻ ആരോ സർവത്ര സമദർശന. ആ മനുഷ്യൻ എല്ലാ ദിക്കിലും ഒരുപോലെ സമമായി ബ്രഹ്മത്തെ, ആത്മാവിനെ കാണുന്നു. അവിടെയും അദ്ദേഹം പറയുന്നത് സമദർശനമാണ്. ഓരോന്നിനെ എടുത്തെടുത്ത് അതോടുകൂടി ബന്ധപ്പെടുത്തി ഇണക്കി പറയുക. അവസാനം വളരെ വിശേഷമായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണിത്. ഞാൻ എപ്പോഴും അത് ഊന്നി പറയാറുണ്ട്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. സുഖം വാ യദി വാ ദുഃഖം സ യോഗി പരമോ മതഃ. യോഗികളിൽ വെച്ച് ഈ യോഗിയാണത്രേ അങ്ങേയറ്റം ഏറ്റവും പരമൻ ശ്രേഷ്ഠൻ. ഔത്കൃഷ്ട്യം, ശ്രേഷ്ഠത അങ്ങേയറ്റായി. വികാസമാകട്ടെ ഔന്നത്യമാകട്ടെ എന്തോ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. കാണുന്നത് മുഴുവനും ആത്മസദൃശമായി കാണണത്രേ. ഇപ്പം ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ആ കാണുന്നത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞതിനെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള പതിപ്പുകളെയാണ് ഞാൻ വസ്തുക്കളായിട്ടും കാഴ്ചകളായിട്ടും ഒക്കെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതിൽ മുഴുവൻ എൻ്റെ പതിപ്പല്ലേ ഞാൻ കാണുന്നത്. എൻ്റെ കണ്ണ് കണ്ട സാധനങ്ങളെ എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിൽ മനഃപ്പതിപ്പുകളാക്കി ഉണ്ടാക്കി. ആ പതിപ്പുകളാണ് ഞാൻ വസ്തുക്കളായും മറ്റു പ്രകാരത്തിലും പരാമർശിക്കുന്നത്. എന്നിൽ പ്രതിഫലിക്കുന്നതും ഞാൻ അനുഭവിക്കുന്നതും എൻ്റെ തന്നെ വികസിത രൂപങ്ങളുമായ വസ്തുക്കളെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ എൻ്റെ ആത്മാ ഇല്ലാതെ ഒന്നുമില്ലാന്ന്. അപ്പോൾ ആത്മൗപമ്യേന എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ആത്മസദൃശമായി എൻ്റെ അനുഭവങ്ങളും ഞാൻ കാണുന്നതും ഓർക്കുന്നതും വസ്തുക്കളും എല്ലാം തന്നെ അങ്ങനെ സമമായി ആരാണോ കാണുന്നത് അർജുന, ആത്മസമമായി ലോകത്തെ മുഴുവനും കാണുന്നവൻ, അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്താ? സുഖം വാ യദി വാ ദുഃഖം. ആ കാണുന്ന വസ്തുക്കളോ സംഭവങ്ങളോ വ്യക്തികളോ എന്തോ ആവട്ടെ, അത് സുഖം ജനിപ്പിക്കുന്നുവോ ദുഃഖം ജനിപ്പിക്കുന്നുവോ എന്നുള്ള ചോദ്യമില്ല. സുഖവും എൻ്റെ ഉള്ളിലുള്ള അനുഭവമാണ്, ദുഃഖവും ഞാൻ തന്നെ രചിക്കുന്ന അനുഭവമാണ്. ഈ രണ്ടിലും ഞാനും എൻ്റെ സത്തയുമാണ് പ്രതിഫലിക്കുന്നത്. അത് സുഖത്തിലായാലും ദുഃഖത്തിലായാലും അവ വ്യത്യാസമായി തോന്നാം. പക്ഷെ രണ്ടിലും പ്രതിഫലിക്കുന്നത് എൻ്റെ തന്നെ ആത്മാവാണ് എന്നിങ്ങനെ ആര് കാണുന്നുവോ ആ മനുഷ്യൻ സ യോഗീ പരമോ മതഃ. ആ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. അവിടെയും സമം പശ്യതി എന്നാണ് പറയണത്. ഇനി 12-ാമത്തെ അധ്യായത്തിലോ എന്താ പറയണേ? നമ്മൾ എടുക്കാൻ പോകണേ ഉള്ളൂ. അത്
അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. അവിടെയും സമദുഃഖ സുഖക്ഷമീ എന്ന് പറയുന്നുണ്ട് ഭക്തൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ. ഇത് ഞാൻ പിന്നീട് പറയാം. സമശത്രൗചമിത്രേച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമഃ സംഘവിവർജിത. അവിടെയും പറഞ്ഞു സമഃ സംഘവിവർജിത. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതഃ സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഇതൊക്കെ ഭക്തലക്ഷണങ്ങളെ പറ്റി പറയുന്നതാണ്. തുല്യനിന്ദാസ്തുതിർ മൗനി. ചിലർ നമ്മളെ നിന്ദിക്കും, അല്ലെങ്കിൽ വല്ലവരെയും നിന്ദിക്കും. ചിലർ നമ്മളെ സ്തുതിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്തുതിക്കും. അങ്ങനെ നിന്ദിക്കുന്നത് കണ്ടാലും സ്തുതിക്കുന്നത് കണ്ടാലും മനസ്സിൽ തുല്യഭാവം സമഭാവം ഉണ്ടാവട്ടെ എന്ന്. അസക്തിരനഭിഷ്വംഗ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്യുഷു. അസക്തിരനഭിഷ്വംഗ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്യുഷു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിത്യം എന്ന് വെച്ചാൽ നിരന്തരം. നിരന്തരം എന്താ? സമചിത്തത്വം. മനസ്സിന് സമചിത്തത്വം നിരന്തരമാവുമോ എന്ന് ചോദിച്ചാൽ മറുപടി ഇഷ്ടാനിഷ്ടോപപത്യുഷു. കാലത്തെണീറ്റ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ ആവും. ഇഷ്ടപ്പെടാത്തതാണെന്ന് ഞാൻ പറയണില്ല, ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ ആകാം. അത് നമ്മുടെ സാമർഥ്യമല്ല, ലോകത്തിൻ്റെയും നമ്മളുടെയും ഗതിയിൽപ്പെട്ടതാണ്. അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു ചേരുമ്പോൾ ആ ഇഷ്ടാനിഷ്ടങ്ങളിൽ സമചിത്തത്വം, നമ്മുടെ മനസ്സ് സമമായിരിക്കണം. ഇതൊരു ലക്ഷണമായിട്ട് പറയുക 13-ാമത്തെ അധ്യായത്തിൽ. സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം യഃ പശ്യതി സപശ്യതി. നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കണേന്ന്? എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ പരമേശ്വരൻ സമമായി പരിലസിക്കുന്നു. അങ്ങനെ എല്ലാ ഭൂതങ്ങളിലും സമമായി പരിലസിക്കുന്നു പരമേശ്വരൻ എന്ന് കാണുന്നവരാരാണോ അവരാണ് ശരിയായ കാഴ്ചക്കാർ. സമം പശ്യതിയോർജുന. അവിടെയും സമത്വത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരാം ഗതിം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. പ്രേക്ഷകരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഒന്ന് എന്താ പറയണേന്ന് ആലോചിക്കൂ. നാം ഈ ഉപാസിക്കുന്ന, നിങ്ങളൊക്കെ ഉപാസിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരൻ കല്ല്, പടം, നിലത്തിലിടുന്ന പത്മം, വിളക്ക്, ഇങ്ങനെ പലതുമാണല്ലോ പ്രതീകം. ആ ഈശ്വരൻ ഇതൊരു പ്രതീകമാണ്, നമ്മൾ രചിക്കുന്ന പ്രതീകമാണ്. ഈശ്വരനോ സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. ഈശ്വരനാണെങ്കിൽ അദ്ദേഹം സമവസ്ഥിതനാണ്. എല്ലാറ്റിലും എല്ലാവരിലും ഒരുപോലെ സന്നിഹിതനാണ് അദ്ദേഹം. സമം പശ്യൻ ഹി സർവത്ര. ആ വിചാരം വെച്ചുകൊണ്ട് സമഭാവം നമ്മുടെ മനസ്സിനെ എപ്പോഴും അലങ്കരിക്കണം. ഈശ്വരൻ കല്ലിൽ മാത്രം, ഈശ്വരൻ ക്ഷേത്രത്തിൽ മാത്രം, ഈശ്വരൻ പടത്തിൽ മാത്രം, പത്മത്തിൽ മാത്രം, കലശത്തിൽ മാത്രം ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത്. എങ്ങനെ കലശത്തിലുണ്ടോ അതുപോലെ സർവത്ര ഉണ്ട്. സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദ ആത്മസംസ്തുതി. 14-ാമത്തെ അധ്യായത്തിലാണ്. സമദുഃഖ സുഖസ്വസ്ഥ. ദുഃഖത്തിലും സുഖത്തിലും സമം, സ്വസ്ഥനായിരിക്കണം. സമലോഷ്ടാശ്മകാഞ്ചന. മണ്ണായാലും കല്ലായാലും സ്വർണമായാലും ഓരോന്നിനും അതതിൻ്റേതായ ഗുണവും പ്രയോജനവും പ്രസക്തിയുമുണ്ട്.
തുല്യപ്രിയാ പ്രിയോ ധീര. പ്രിയവും അപ്രിയവും കലർന്നതാണ് ലോകം. അതിൽ തുല്യ മനസ്ഥിതി വേണം. തുല്യനിന്ദ ആത്മസംസ്തുതി. മനുഷ്യർ നമ്മളെ നിന്ദിച്ചാലും സ്തുതിച്ചാലും തുല്യ മനോഭാവം. അവസാനം 18-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അവിടെയും കൂടി കൊണ്ടുവച്ചിരിക്കുന്നത് ഇതാ. എന്ത്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസ്സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം കിട്ടി ബ്രഹ്മഭൂതനായി പ്രസന്നാത്മാവായി എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ദുഃഖവും ഉണ്ടാവില്ല, ആശയവും ഉണ്ടാവില്ല. അങ്ങനെ ആശയും ദുഃഖവും മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. എല്ലാ ഭൂതങ്ങളെയും കാണുമ്പോൾ വെറുപ്പ് തീണ്ടില്ല മനസ്സിന്, പ്രത്യേക പ്രസക്തിയും തീണ്ടില്ല. അങ്ങനെ സമഭാവത്തോടു കൂടി ഇരിക്കുന്നവനാണ് എന്നിലുള്ള പരമമായ ഭക്തി കൈവരുന്നത്. അപ്പോൾ പരാഭക്തി കൈവരണമെങ്കിലും മനസ്സ് സമമായി തീരണം. ഇപ്പം എത്ര സ്ഥലത്തായി ഈ സമബുദ്ധിയെ പറ്റി പറയണു കൃഷ്ണൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സ്ഥലത്താണെന്ന്. 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിൽ തുടങ്ങിയിട്ടുള്ള ആ സമദർശനവും സമബുദ്ധിയും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 19 ശ്ലോകങ്ങൾ എടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിലെല്ലാറ്റിലും പറയുന്നത് മനസ്സിന് കൈവരേണ്ട സമബുദ്ധിയാണ്, സമത്വമാണ്. മനസ്സിനും ബുദ്ധിയും അത് രണ്ടിനുമാണ് ഈ സമത്വം. ഈ സമത്വം ഇന്ദ്രിയങ്ങളുടെ അല്ല, ദേഹത്തിൻ്റെ അല്ല, വസ്തുക്കളുടെ അല്ല, നമ്മുടെ വീടുകളുടെ അല്ല, നമ്മുടെ സന്താനങ്ങളുടെ അല്ല, പൊരുളുകളുടെ അല്ല. നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും വരേണ്ട പരിഷ്കാരം, പവിത്രത, ധന്യത, സമീകരണം, അതാണിത്. ഭഗവത്ഗീത ഊന്നി പറയുന്നതാണ് ഈ ഒരൊറ്റ കാര്യം. ഒരു ഭാഗത്ത് ഇന്ദ്രിയ നിയന്ത്രണം, മറുഭാഗത്തോ ദാ ഈ പറഞ്ഞ സമബുദ്ധി. ഇന്ദ്രിയങ്ങൾ ശരീരത്തിലുള്ളത്, സമ്പർക്കത്തിലാണ് ഇതിന് നിയന്ത്രണമോ നിയമനമോ വേണ്ടത്. മനസ്സിലും ബുദ്ധിയിലും ആലോചിച്ച് വിശകലനം ചെയ്ത് വിചാരം ചെയ്ത് അങ്ങനെ സമ്പാദിക്കേണ്ടതാണ് സമബുദ്ധി. സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഇങ്ങനെയുള്ള അക്ഷരോപാസകന്മാരുണ്ടല്ലോ, അവർക്ക് ഒരു ഭാഗത്ത് ഇന്ദ്രിയ നിയന്ത്രണം, സംയമനം വേണം, മറുഭാഗത്ത് മനസ്സിനും ബുദ്ധിക്കും സമത്വം വേണം. അങ്ങനെ ആയാൽ പോരാ. തേ പ്രാപ്നുവന്തി മാമേവ, അവരും എൻ്റെ അടുക്കലേക്ക് വരണു, എൻ്റെ അടുക്കലേക്കേ വരുന്നുള്ളൂ. എങ്ങനെ? സർവഭൂതഹിതേ രതാഃ. അവരുടെ മനസ്സിൽ എല്ലാ ഭൂതങ്ങളുടെയും നന്മയിലും താല്പര്യത്തിലുമുള്ള ഒരു രതി, അവർക്ക് അതിന് ഉത്സാഹവും സന്തോഷവും വേണം. മനസ്സ് വികസിക്കണം. സ്വാർത്ഥമായിട്ടിരുന്നാൽ പോരാ. സർവഭൂതഹിതേ രതാഃ. ഭഗവത്ഗീതയിൽ 2 തവണയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൃഷ്ണൻ. വേദവ്യാസർ എഴുതിയിട്ടുള്ളത്. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂതഹിതേ രതാഃ. 25-ാമത്തെ ശ്ലോകത്തിൽ ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ. കൽമഷം എന്ന് പറഞ്ഞാൽ എന്താ? കറയും കുറയും പാപവും മാലിന്യവും ഒക്കെ തന്നെ. അത് മുഴുവനും പോയി എന്നുണ്ടെങ്കിലോ ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ. ഒരു ഋഷിയായ മാത്രം പോരാ, ക്ഷീണകൽമഷന്മാരാവണം. അഴുക്കുകൾ മുഴുവൻ മനസ്സിൽ നിന്ന് പോകണം. അജ്ഞാനവും അന്ധകാരവും ഒക്കെ അഴുക്ക് തന്നെ. ഛിന്നദ്വൈത യഥാത്മാനഃ. അവരുടെ വ്യക്തിത്വം അവരുടെ നിയന്ത്രണത്തിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടിരിക്കണം. മനസ്സ് ശുദ്ധമായി കൽമഷങ്ങളെല്ലാം പോയി
എന്നിട്ടോ എന്താ അവിടെ പ്രധാനം? സർവഭൂതഹിതേരതാഹ. അവർക്ക് എല്ലാ ഭൂതങ്ങളുടെ നന്മ, അഭിവൃദ്ധി, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, പാർപ്പിടം, എല്ലാ കാര്യത്തിലും അവർക്കൊരു താല്പര്യം വേണമെന്ന്. അപ്പം ആ മനസ്സിൻ്റെ വികാസം വളരെ പ്രധാനമാണ്. അവർ വിശ്വവത്സലന്മാരാവണം. അവരുടെ മനസ്സിന് ഒരു സാർവജനീനത വരണം. അങ്ങനെ വന്നാലേ അവർ മഹർഷിമാർ നല്ലവരായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഛിന്നദ്വൈതാഹ യഥാത്മാനഃ. അവർക്ക് ജീവിതത്തിൽ നിയന്ത്രണം വരുമ്പോൾ തന്നെ മനസ്സ് വികസിക്കും. ഇന്ദ്രിയങ്ങളാണ് നമ്മളെ പിടിച്ച് ഇടുക്കുന്നതും കുഴക്കുന്നതും. ആ ഇന്ദ്രിയങ്ങളെ ക്രമീകരിച്ച് കൊണ്ടുവന്നാൽ മനസ്സ് വികസിക്കാതെ ഇരിക്കില്ല. സ്വാർത്ഥം പോയാൽ പിന്നെ നിസ്വാർത്ഥം തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും. ഛിന്നദ്വൈതാഹ എന്നുള്ളതിന് സംശയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് പോവും. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ലോകത്തിനൊരു അലങ്കാര. ഈശ്വരൻ എങ്ങനെ അമൂർത്തമായി അനുഗ്രഹിക്കുന്നുവോ സമൂർത്തമായി അനുഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള മഹർഷിമാർ. സാധാരണ ഈ ജ്ഞാനികൾക്ക് വിധിച്ചിട്ടുള്ളതോ അവർ സ്വാഭാവികമായി ഏറ്റെടുക്കുന്നതോ ആണ് ലോകസംഗ്രഹം. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഓരോരോ തലമുറയ്ക്കും പിന്നത്തെ തലമുറ കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സ്കൂൾ വേണം, അധ്യാപകന്മാർ വേണം, അധ്യയനം വേണം. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്കൂൾ പൂട്ടാൻ പറ്റില്ല. അതെപ്പോഴും മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കണം. ആ സ്കൂളിലുള്ള പഠിപ്പോ നല്ല പഠിപ്പായിരിക്കണം, നല്ല അധ്യാപകന്മാരെയും കിട്ടണം. അതുപോലെ ഈ തത്വജ്ഞാനികളുടെ ഭാഗത്തു നിന്നുള്ള ലോകസംഗ്രഹവും ഒരിക്കലും പൂട്ടാനോ നിർത്താനോ പറ്റുന്നതല്ല. ജനങ്ങളിങ്ങനെ പെരുകുന്തോറും, പുതിയ പുതിയ ആൾക്കാരിങ്ങനെ വരുന്തോറും ഈ ലോകത്തിൻ്റെ സ്വാധീനം എപ്പോഴും പാപക്കറകളാണ്. പല വിധത്തിലുള്ള വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ തൊടുത്തുവിടും. അതുകൊണ്ട് എല്ലാവരും തെറ്റായ മാർഗത്തിലൂടെയാണ് കൂടുതൽ സഞ്ചരിക്കുക. ശരിയായ മാർഗം പറയാൻ പോലും ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ തെറ്റായ മാർഗത്തിൽ ജനസമാജം നടക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് മിണ്ടാതെ ഇരിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ് അവർക്ക് ഗ്രഹിക്കാൻ പ്രേരണയോ നിർബന്ധമോ ഉത്സാഹമോ തോന്നത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. ഒരാൾ പറഞ്ഞാൽ മതി, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പം ജനങ്ങൾക്ക് രസം തോന്നാവുന്ന തരത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് കേൾക്കണം, ഗ്രഹിക്കണം എന്ന് തോന്നി വരണം. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരാൾ വന്നിരിക്കുക. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണുക. ഞാൻ ബംഗളൂരിൽ നിന്നാണ് വരുന്നത് സ്വാമിജി. അദ്ദേഹം പറയണതാ, സ്വാമിജിയുടെ 6-ാം അധ്യായത്തിൽ ആസനങ്ങളൊക്കെ തയ്യാറാക്കി ധ്യാനിക്കണം എന്ന് പറയാൻ തുടങ്ങിയ സമയം മുതൽക്കാണ് ഞാൻ കേൾക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ സാധാരണ ഒരു ഗൃഹസ്ഥനാണ്, എനിക്ക് കുട്ടികളുണ്ട്, ഉദ്യോഗം ഉണ്ടായിരുന്നു, പെൻഷനുണ്ട്, നമ്മുടെ സഹധർമ്മിണിക്കും ഉണ്ട് പെൻഷൻ. എനിക്കെൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാനുള്ളതൊക്കെ ഞാൻ നിർവഹിച്ചു. ഇനി എനിക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ടാന്ന് വെച്ചിട്ട് ആശ്രമത്തിൽ കൂടണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുക. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അദ്ദേഹം പറയുക, സ്വാമിജി എനിക്ക് പ്രായവും അനുഭവമൊക്കെ ഉണ്ട്. ഞാൻ സ്വാമിജിയെ ഭഗവാനാണെന്ന് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, എനിക്ക് വേറെ ഒരു ഭഗവാനും ഇല്ല എന്ന്. അപ്പം അദ്ദേഹം പറയാണ്, ഗീത 6-ാം അധ്യായത്തിൽ ധ്യാനം മുതൽക്കാണ് കേൾക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ കുറേശ്ശെ ഇപ്പോൾ ധ്യാനിച്ചു തുടങ്ങി, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ പോരായുണ്ടോ എന്നൊക്കെ സ്വാമിജി പറഞ്ഞു തരണമെന്ന്. എന്താ അദ്ദേഹം ഇതിപ്പോൾ പറയാൻ കാരണം? ഞാനിപ്പോൾ മുക്തിസുധാകരം എന്നുള്ള പേരിൽ കുറേ സംസാരിക്കുന്നുണ്ടല്ലോ, കൊല്ലങ്ങളായി, 6 കൊല്ലാണ് എത്താൻ പോണത് ഈ മാർച്ച് മാസത്തിൽ. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനുഷ്യരത് കേൾക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ചില ധാരണകളും സങ്കല്പങ്ങളും കണക്കുകൂട്ടലുകളുമുണ്ട്. ആ കണക്കുകൂട്ടലുകളൊന്നും ശരിയല്ല. ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്, ലക്ഷ്യമുണ്ട്, മൂല്യമുണ്ട്, മനുഷ്യൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അറിവ് അവർക്ക് കൊടുക്കാൻ ആരുണ്ടപ്പാ? ധാർമ്മിക വിഷയങ്ങൾ പറയാൻ ധർമ്മചിന്തകർക്കേ പറ്റുള്ളൂ. ലോകസംഗ്രഹം നിർവഹിക്കണമെങ്കിൽ അത് ഒരു തത്വജ്ഞാനിക്കേ പറ്റുള്ളൂ. തെറ്റായ വഴിയിൽ നടക്കുന്ന ലോകത്തിനെ ആധികാരികമായി ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നല്ല മാർഗത്തിലേക്ക് അവരുടെ വാക്കുകൊണ്ടും അവരുടെ മനസ്വാധീനം കൊണ്ടും അവരുടെ തപഃപ്രഭാവം കൊണ്ടും
അവരുടെ വിജ്ഞാന മഹിമ കൊണ്ടും അനിഷേധ്യമായി എല്ലാവർക്കും തോന്നണം. എന്നിട്ട് ഈ നല്ല മാർഗത്തിലേക്ക് വരണം. അങ്ങനെയുള്ള ആ ലോകസംഗ്രഹ ദൗത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർവഭൂതഹിതേ രഥാഹ എന്നതിൻ്റെ ഭാഗം. തത്വജ്ഞാനികൾ ആദ്യവും അവസാനവും ചെയ്യേണ്ടത് തത്വപ്രവചനമാണ്. തത്വപ്രവചനത്തോടനുബന്ധിച്ച് പലതും വരും. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ പലരും വരുന്നു, താമസിക്കട്ടെ എന്ന് ചോദിക്കുന്നു. സമയത്തും അസമയത്തും ഒക്കെ വരും. അപ്പോൾ എന്തിനാണ് അവർ വരണത്? അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും വേണം. ഇതുമാതിരി ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള പ്രക്ഷേപണങ്ങളൊക്കെ ഉള്ളത്. പുസ്തകം എഴുതുക, മാസികകൾ നടത്തുക, ഇടയ്ക്കിടയ്ക്ക് റിട്രീറ്റോ അന്തര്യോഗങ്ങളോ നടത്തുക, മനുഷ്യർക്ക് വന്നുകൂടാനൊരവസരം കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ലോകസംഗ്രഹത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ലോകസംഗ്രഹം എന്ന് പറയുന്നത് തത്വജ്ഞാനികളുടെ ജീവിതത്തിൽ അഭേദ്യമായി പ്രവർത്തിക്കുന്ന ഒരു മംഗളകർമ്മമാണ്. ഒരാളും തത്വജ്ഞാനം കിട്ടിയതിന് ശേഷം കാട്ടിൽ ചെന്ന് ഒറ്റയ്ക്ക് താമസിക്കില്ല. അതുവരെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് കഷ്ടപ്പെട്ട് തീർത്ഥാടനമൊക്കെ ചെയ്യും. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടി എന്നുണ്ടെങ്കിൽ ഒരിടത്തിരുന്ന് ആരൊക്കെ കാണാൻ വന്നോ ആ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വികാസം എന്ന് പറയുന്നത് ഒരു ജ്ഞാനിക്ക് അനിവാര്യമാണ്. യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനെ ലാക്കാക്കി പറയുന്നു ആര്? വസിഷ്ഠൻ. അയം ബന്ധുരയം നേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. വസുധൈവ കുടുംബകം എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. നമ്മുടെ പ്രധാനമന്ത്രി അനവധി തവണ പറയുന്നുണ്ട്. ഇതിനു മുമ്പിലത്തെ പ്രധാനമന്ത്രിമാർക്ക് മിക്കവർക്കും അത് തൊട്ടുകൂടാത്തതാണ്. ആ വാക്കവർ പറയില്ല. എന്നാൽ സംസ്കൃതമായി പോയല്ലോ. സംസ്കൃതം പറഞ്ഞാൽ എന്തെങ്കിലും തകരാറ്. സംസ്കൃതം നമ്മുടെ ഭാഷയാണ്. അതിവിടെ ഹിന്ദുക്കളുടെ ഭാഷയാണ്, മുസ്ലിമുകളുടെ ഭാഷയാണ്. അത് ക്രിസ്ത്യാനികളുടെയും സർവ്വാൾക്കാരുടെയും പാഴ്സികളുടെയും സർവ്വാൾക്കാരുടെയും ഭാഷയാണ്. ഏതുപോലെ ഇപ്പോൾ ഫ്രഞ്ച് ഉണ്ടല്ലോ, അതൊരു ലോകഭാഷയല്ലേ. അതുമാതിരി ഇതും ഒരു ലോകഭാഷയാണ്. നമ്മുടെ രാജ്യത്തിലുള്ള സാഹിത്യങ്ങൾ മുഴുവൻ എഴുതി വച്ചിരുന്നത് സംസ്കൃതത്തിലാണ്, കാവ്യരൂപത്തിലാണ്. അപ്പം ഞാൻ ഈ ചൊല്ലുന്നത് എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന് ചരിത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അയം ബന്ധുരയം നേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ശ്രീരാമനോട് 16 വയസ്സുള്ള രാമനോട് പറഞ്ഞു കൊടുക്കുക, അയം ബന്ധു അയം നേതി. ഇതെൻ്റെ ബന്ധുവാണ്, ഈ ആൾ ബന്ധുവല്ല, എനിക്ക് വേണ്ടപ്പെട്ടവനല്ല. ഇങ്ങനെയുള്ള വ്യത്യാസ ബുദ്ധി ഉണ്ടല്ലോ, തരംതിരിക്കുന്ന ബുദ്ധി. ഗണന, കാൽക്കുലേഷൻ, കണക്കുകൂട്ടൽ. ലഘുചേതസാം, ആ വാക്ക് നോക്കിക്കോളൂ. ലഘുചേതസാം, ചില്ലറ മനസ്സുള്ളവർക്കാണ് ഇങ്ങനെയുള്ള വിചാരം ഉണ്ടാവുകയെന്ന്. ഈ ചില്ലറക്കാരുണ്ടല്ലോ, ചില്ലറക്കാർ, അവർക്കാണ് ഇങ്ങനെയുള്ള മനസ്സുണ്ടാവുക. ഉദാരചരിതാനാം തു ഉദാരചരിതാനാം തു ഉദാരചരിതാനാം തു. ആരുടെ ജീവിതം, പെരുമാറ്റം, സ്വഭാവം, സമ്പർക്കം അത് ഉദാരമായിരിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് വസുധൈവ കുടുംബകം. ഈ കാണുന്ന ഭൂമി മുഴുവനും തൻ്റെ കുടുംബമാണെന്ന് നോക്കൂ. ഇങ്ങനെ ഒരു മൂല്യം, ഇങ്ങനെ ഒരു അനുഭവം, അതിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്താനെങ്കിലും നമുക്ക് സാധിച്ചുല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയം ബന്ധു അയം നേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. തത്വജ്ഞാനികൾക്ക് എല്ലാവർക്കും ഈ ഉൾവികാസം അനിഷേധ്യമാണ്. നമ്മുടെ ഉള്ളൂർ പാടിയ പാട്ടാണല്ലോ, തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ ഒറ്റയ്ക്കു തൻ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് അദ്ദേഹം പാടി. വളരെ വിശേഷപ്പെട്ട പാട്ടാണ്. തപോനിധി എന്ന് പറഞ്ഞതിൽ എനിക്ക് വിരോധമില്ല. തത്വജ്ഞനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. ഒരു തത്വജ്ഞൻ്റെ മനസ്സ് വിശ്വവത്സലമാണ്. അദ്ദേഹത്തിൻ്റെ ചരിതം ഉദാരമായിരിക്കണം. മനുഷ്യരെ കുറ്റം പറയാനല്ല ആ മനുഷ്യൻ വന്നിരിക്കുന്നത്, നല്ലത് പറയാനാണ്, അഭിനന്ദിക്കാനാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഗുണദോഷ വിശകലനം ചെയ്യും എന്നുള്ളതല്ലാതെ
ജനങ്ങളെ ഗുണവാന്മാരും ദോഷവാന്മാരുമാണെന്ന് പറഞ്ഞ് ഒരിക്കലും തരംതിരിക്കില്ല. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഈ ഉൾവികാസം അനിഷേധ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അത് 1000 തവണ പറയണം. ഞാൻ ഈ ശ്ലോകം പറയാം, ആവർത്തിച്ച് പറയാം, നിങ്ങൾ എൻ്റെ കൂടെ പറയും. ഞാൻ പറഞ്ഞതിന് ശേഷം അത് കേട്ട് പറയൂ. കേട്ട് പറയണത് ഞാനിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 തവണ ഞാൻ പറയാം. അയം ബന്ധുരയം നേതി, അയം ബന്ധുരയം നേതി, ഗണനാലഘുചേതസാം, ഗണനാലഘുചേതസാം, ഉദാരചരിതാനാം തു, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം, വസുധൈവ കുടുംബകം. ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം നിങ്ങളുടെ വീട്ടിൽ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതെൻ്റെ കുട്ടി, ഇതെൻ്റെ കുട്ടി. അത് വല്ലവരുടെയും എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ. കുട്ടികൾക്ക് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.